രചന ഉണ്ണി കെ പാർത്ഥൻ. അമ്മ വന്നിട്ടുണ്ട്. ഞാനെന്ത് വേണം? കൂടെ ഇറങ്ങി പോണോ? ചാരുലതയുടെ ചോദിക്കുന്നത് കേട്ട് ഗ്ലാസ്സിൽ ബാക്കിയുള്ള മദ്യം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തുകൊണ്ട് ലാലു തിരിഞ്ഞു നിന്നു. ചാരുലതയെ നോക്കി. ഒന്നും മിണ്ടാതെ ഹാളിലേക്ക് നടന്നു. ചാരുലത ലാലുവിൻ്റെ പിറകെ നടന്നു. ഇത് കോലാടാ നിന്റെ? രാവിലെ തന്നെ വലിച്ചു കയറ്റിയ പോലുണ്ടല്ലോ. അംബിക ചോദിച്ചു. രാവിലെ തന്നെ 2 അടിച്ചു. ഇന്നലത്തെ ക്ഷീണമാണെന്ന് തോന്നുന്നു. നല്ല തലവേദന. അപ്പോൾ അത് മാറാൻ പാതിയിൽ നിർത്തി ലാലു. ഇന്നലെ എന്താ ക്ഷീണം വരാൻ? ഒന്നുമില്ല, ഇന്നലെ അടിച്ചത് ഇച്ചിരി കൂടിപ്പോയി. അപ്പം പിന്നെ അതിൻ്റെ ക്ഷീണം മാറ്റാൻ. ലാലു വളിച്ചൊരു ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നന്നാവില്ല. ഞാൻ ചാരുവിനെ കൊണ്ടുപോവാൻ വന്നതാ. അതിന് എൻ്റെ സമ്മതം വേണ്ടല്ലോ. ഡിവോഴ്സ് കിട്ടിയിട്ട് ഒരാഴ്ചയായില്ലേ. പോകാത്തത് എൻ്റെ കുഴപ്പമാണോ? ലാലുവിൻ്റെ ശബ്ദം നേർത്തിരുന്നു. ഓ, ഇപ്പോൾ ഞാൻ പോകാത്തതാണോ കുഴപ്പം? ചാരു ലാലുവിൻ്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ, നീ പറഞ്ഞിടത്തെല്ലാം ഞാൻ ഒപ്പിട്ട് തന്നു. പിന്നെ ഇനി എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? അമ്മ വാ പോവാ, ചാരുലത അംബികയെ നോക്കി പറഞ്ഞു. അല്ലേലും ഇങ്ങനെ നന്നാവില്ല. അതും പറഞ്ഞ് ചവിട്ടിത്തുള്ളി ചാരുലത പുറത്തേക്ക് നടന്നു. അവൾക്ക് നല്ല വിഷമമുണ്ട് മോനെ, അംബിക ലാലുവിനെ നോക്കി പറഞ്ഞു. അറിയാം, വിഷമിക്കട്ടെ. കുറേ കഴിയുമ്പോൾ ആ വിഷമം വെറുപ്പായി മാറും. അപ്പെല്ലാം ശരിയാവും. ലാലുവിൻ്റെ ശബ്ദമിടറി. അമ്മയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ഇതെത്ര നാൾ? അംബിക എഴുന്നേറ്റ് വന്ന് ലാലുവിൻ്റെ തോളിൽ കൈവച്ചു. അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ആ പെണ്ണിൻ്റെ കൂടെ വീഡിയോയിലുള്ള ആള് ഞാനാണെന്ന്? ലാലു തല മെല്ലെ ഉയർത്തി അംബികയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. മോനെ, എനിക്കറിയാം അമ്മ വിശ്വസിക്കില്ലെന്ന്, ചാരുവും വിശ്വസിക്കില്ലെന്ന്. എന്നിട്ടും അവൾ എന്നിൽ നിന്നും അകന്നു. എല്ലാവരും എന്നിൽ നിന്നും അകന്നു. കാലം ഒടുവിൽ സത്യം തെളിയിച്ചു തന്നു, ഞാൻ തെറ്റുകാരനല്ലെന്ന്. പക്ഷെ കാലം ഒരുപാട് മുന്നോട്ട് പോയി. എല്ലാവരും മാറി. എല്ലാവരുടെയും ജീവിതം മാറി. ഞാൻ നിരപരാധിയായി കാലം വിധിയെഴുതിയെങ്കിലും എൻ്റെ ചാരുവിനെ എനിക്ക് എന്നിൽ നിന്ന് നഷ്ടമായിരുന്നു. ഇന്നലെ രാവിലെ അവൾ വീണ്ടും ഈ പടി കടന്നു വരുന്നത് കണ്ടപ്പോൾ ഉള്ളെന്ന് പിടച്ചു. ഒന്നും മിണ്ടാതെ, എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ റൂമിലേക്ക് കയറി. പിന്നെ ഡ്രസ്സ് മാറി ഇറങ്ങി വന്നു. 4 വർഷങ്ങൾക്ക് ശേഷം അവളുടെ പൂജാമുറിയിൽ അവൾ തിരി തെളിയിച്ചു. അടുക്കളയിൽ പോയി ചായ ഇട്ടുകൊണ്ട് വന്ന് തന്നു. പകല് മുഴുവൻ ദാ ഈ സെറ്റിയിൽ എൻ്റെ എതിരെ വന്നിരുന്നു. TV കണ്ടു. ഒരിക്കൽ പോലും എന്നെ ഒന്ന് നോക്കിയത് പോലുമില്ല. ഒരു വാക്ക് മിണ്ടിയില്ല. ലാലുവിൻ്റെ ശബ്ദമിടറി. ഇന്നലെ മുഴുവൻ ഞാൻ മദ്യപിക്കുന്നത് നോക്കിയിരുന്നു. വെള്ളം കഴിയുമ്പോൾ എടുത്തുകൊണ്ട് വന്ന് തന്നു. ഒടുവിൽ എപ്പോഴോ ഞാൻ ബോധം കെട്ട് ഉറങ്ങി. പിന്നെ രാവിലെ എപ്പോഴോ എഴുന്നേറ്റു. വീണ്ടും കുപ്പിയിലുണ്ടായത് കുടിച്ചു തീർത്തു. പിന്നെ അമ്മ വന്നുവെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് വന്നു. ഈ നിമിഷം ഇങ്ങനെ ഇരുന്നു പോകുന്നു. ഇടറിക്കൊണ്ട് ലാലു 2 കൈയും നെറ്റിയിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് നോക്കിയിരുന്നു. മോളെ, അംബിക വിളിക്കുന്നത് കേട്ട് ചാരുലത അകത്തേക്ക് വന്നു. അംബിക കണ്ണുകൊണ്ട് ലാലുവിൻ്റെ നേർക്ക് കണ്ണു പായിച്ചുകൊണ്ട് ചാരുലതയെ വിളിച്ചു. പിന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ലാലുവിൻ്റെ അടുത്ത് വന്നിരുന്ന് ലാലുവിൻ്റെ തോളിൽ മെല്ലെ വലത് കൈത്തലം അമർത്തി. ചാരുലത വിളിച്ചു. ഒരുപാട് വൈകി അല്ലേ? ചാരുലത പതിയെ ചോദിച്ചു. അറിയില്ല, മുഖമുയർത്തിക്കൊണ്ട് ലാലു പറഞ്ഞു. വിശ്വാസമില്ലാതെയല്ല ലാലു, അന്ന് അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സ്. നഷ്ടപ്പെട്ട ജീവിതം ഇനി തിരിച്ചു കിട്ടില്ലല്ലോ. കിട്ടും, ഞാനുണ്ടാവും ഇനി ലാലുവിൻ്റെ കൂടെ. എന്തിന്? ലാലുവിൻ്റെ ചോദ്യം കേട്ട് ചാരുവിൻ്റെ ഉള്ളു പിടഞ്ഞു. മരിച്ചു കഴിഞ്ഞു പെണ്ണേ. എൻ്റെ ഉള്ളിൽ എല്ലാം മരിച്ചു കഴിഞ്ഞു. നിൻ്റെ ഓർമ്മകൾ, നിൻ്റെ സാമീപ്യം, അതെല്ലാം എന്നെ ഒരുപാട് നാൾ വേട്ടയാടിയിരുന്നു. ഒരിക്കലെങ്കിലും നീ എന്നോട് ചോദിക്കുമെന്ന് കരുതി. അതെല്ലാം സത്യമായിരുന്നു എന്ന്. പക്ഷേ ഒരിക്കലും നീ ചോദിച്ചില്ല. അന്ന് അങ്ങനെ ഒരു വീഡിയോ ലീക്കായപ്പോൾ നീ ആ നിമിഷം ഇവിടുന്ന് പടിയിറങ്ങി. പലവട്ടം ഞാൻ നിന്നെ തേടി വന്നു. എനിക്ക് ഒരു വട്ടം പോലും മുഖം തരാതെ നീ ഒഴിഞ്ഞു മാറി. ഒടുവിൽ എൻ്റെ ബിസിനസ് തകർത്ത് തരിപ്പണമാക്കാൻ, എൻ്റെ കുടുംബം തകർക്കാൻ എൻ്റെ ശത്രുക്കൾ മെനഞ്ഞെടുത്ത കഥകൾ നീയും ഈ ലോകവും വിശ്വസിച്ചു.
എല്ലാം അറിഞ്ഞിട്ടും തിരിച്ചു വരാൻ നിനക്ക് സമയമുണ്ടായിരുന്നു. നീ വന്നില്ല. എന്നിട്ട് താലിച്ചരടിൻ്റെ ബന്ധം മുറിഞ്ഞപ്പോൾ വീണ്ടും വിളക്കി ചേർക്കാൻ നീ വരണ്ടായിരുന്നു. എനിക്കിനി വേണ്ട നിന്നെ. നിന്റെ ഓർമ്മകളിൽ എന്നിൽ നിന്നും മരിച്ചു. താലി അത് ഒരുറപ്പാണ്. എത്ര വഴക്കിട്ട് അകലെ നിന്നാലും കഴുത്തിൽ അതുകൊണ്ടേ ചിലപ്പോൾ ഒരു നിമിഷം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും, അറിയാതെ ഒന്നിങ്ങ് വന്നെങ്കിലെന്ന്. ഇനി നിന്നിൽ ആ താലിയില്ല, ആഗ്രഹങ്ങളും. അമ്മ പുറത്ത് നിൽപ്പുണ്ട്, ചെല്ല്, വൈകണ്ട. അതും പറഞ്ഞ് ലാലു അകത്തേക്ക് നടന്നു. ഏട്ടാ, ചാരു മെല്ലെ വിളിച്ചു. നെഞ്ചിലൊരു പിടച്ചിൽ വന്നെങ്കിലും തിരിഞ്ഞു നോക്കാതെ ലാലു മുന്നോട്ട് നടന്നു. ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.